വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. കഥ ഷഹനായി പാർട്ട് 10. അവതരണം ഷെറിനോഷ. അബ്ദു ഇവിടെ വന്നപ്പോൾ ഹാജിയാരുടെ മോന് വേണ്ടിയിട്ടാണ് ഈ ജോലിയെന്ന് അവൻ പറഞ്ഞിട്ടില്ലായിരുന്നു. നിനക്കിവിടെ ജോലി തരാൻ പറ്റില്ല. ഹാജിയാരും സുൽഫിയൊന്നും ആയിട്ട് ഒരിഷ്ടക്കേടിന് ഞാനില്ല മോനെ. നിനക്കിവിടെ ജോലി തന്നാ ആകെ പ്രശ്നമാവും. എൻ്റെ കട വരെ ഹാജിയാർ പൂട്ടിക്കും. അതുമാത്രമല്ല, കാസിമും സുൽഫിയും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സുമാണ്. അവർ പിണക്കാൻ എനിക്ക് പറ്റൂലടാ. നീ ഇപ്പോൾ പൊയ്ക്കോ. അയാളുടെ വാക്കുകൾ കേട്ട ഷാഫി നിരാശയോടെ മടങ്ങേണ്ടി വന്നു. അവൻ്റെ പ്രതീക്ഷയെല്ലാം നശിക്കുകയായിരുന്നു. ഈ നാട്ടിലൊരു പണിക്കും ബാപ്പ നിന്നെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. അബ്ദുവിനാകെ കലി ഇളകുന്നുണ്ടായിരുന്നു. ജോലിക്കാരെ വേണമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. പക്ഷേ നിനക്കൊരു ജോലി തരാൻ ആരും തയ്യാറാവുന്നില്ല. നീ ഹാജിയാരുടെ മോനാണെന്ന് പറയുമ്പോൾ അവരൊക്കെ മടിക്കുക. നിന്റെ കുടുംബം നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ശബ്ദം എടുത്തിരിക്കുക. അബ്ദുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഷാഫി വീട്ടിലേക്ക് നടന്നു. ഏകദേശം തൻ്റെ ജീവിതം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഷാഫിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയത് ഇത്ര വലിയ തെറ്റാണോ? അവൻ്റെ മനസ്സിൽ നിരാശ വന്നു നിറഞ്ഞു. തൻ്റെ ശരി ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം. നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഷാഫിയുടെ മനസ്സിലേക്ക് മറ്റൊരു ആശയം കടന്നു വന്നു. അവൻ നടത്തം നിർത്തി അബ്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അബ്ദു, നീ വിചാരിച്ചാൽ എന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റും. ഞാൻ നിൻ്റെ കൂടെ പെയിൻറ്റിങ്ങിന് വന്നോട്ടെ? ഷാഫിയുടെ ചോദ്യം കേട്ട് അബ്ദു ഒന്ന് പകച്ചുപോയി. ഹാജിയാരുടെ ഷാഫി പെയിൻ്റ് അടിക്കാൻ വരേ? അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പൊന്നു ഷാഫി, നീയോ? പെയിൻറ്റിങ് പണിക്ക് നീ വരണ്ടടാ, അത് ശരിയാവില്ല. അബ്ദു മുഖം തിരിഞ്ഞു നിന്നു. കൂട്ടുകാരൻ്റെ മനസ്സിൻ്റെ വേദന ഷാഫിക്ക് മനസ്സിലായി. സാരമില്ലടാ, ആദ്യം ഞാൻ എൻ്റെ പെണ്ണിൻ്റെ പട്ടിണിയൊന്ന് മാറ്റട്ടെ. ഇപ്പോൾ എന്തായാലും എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. അവൻ്റെ വാക്കുകൾ ഉറച്ചതാണെന്ന് അബ്ദുവിന് മനസ്സിലായി. എൻ്റെ അബ്ദു, നിനക്കറിയില്ലേ, ഷാഹിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. അവളുടെ ഉമ്മ പോയത് പിന്നെ അവൾ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല. ആമിനുമ്മാനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല. പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അലവിക്കാക്ക് കോയമ്പത്തൂർ താമസിക്കുന്ന ഒരു ജ്യേഷ്ഠനുണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു. ഒരു പക്ഷേ ആമിനുമ്മ അങ്ങോട്ടായിരിക്കും പോയത്. ഒരിക്കലും എൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരിയായി ഞാൻ അവരെ കണ്ടിട്ടേയില്ല. ചെറുപ്പം തൊട്ടേ സ്വന്തം ഉമ്മാനെ പോലെയായിരുന്നു എനിക്കവർ. അവരെ ഒന്ന് അന്വേഷിച്ച് കോയമ്പത്തൂരേക്ക് പോവണമെങ്കിലോ അതിനും വേണ്ടേ കയ്യിൽ കാശ്? ആദ്യം വേണ്ടത് ഒരു ജോലിയാണ്. അബ്ദു ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി. കലങ്ങി മറിയുന്ന ഒരു സാഗരം തന്നെ ആ നെഞ്ചിലുണ്ടെന്ന് അവന് തോന്നി. നീ എൻ്റെ കൂടെ വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലടാ. നീ എൻ്റെ കൂടെ വന്നാൽ നിനക്കിനി പഠിക്കണ്ടേടാ. നേരം വെളുക്ക ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് രാത്രി ഒരു ജോലിയായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചത്. എൻ്റെ കൂടെ വന്നാൽ പകൽ സമയത്തല്ലേടാ. നീ എങ്ങനെ പഠിക്കും? അബ്ദുവിൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞു. തൽക്കാലം പഠിപ്പ് അവിടെ നിൽക്കട്ടെടാ. ഞാൻ പഠിക്കണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ബാപ്പയായിരുന്നു. ഇപ്പോൾ എൻ്റെ പഠിപ്പ് നിർത്തിയിരിക്കുന്നതും ആ ബാപ്പ തന്നെയാ. ഷാഫി വീണ്ടും മുന്നോട്ട് നടന്നു. അബ്ദു പിന്നീടൊന്നും പറയാതെ അവൻ്റെ ഒപ്പം ഓടിച്ചെന്നു. പിറ്റേ ദിവസം അബ്ദുവും ഷാഫിയും ഒന്നിച്ച് ജോലിക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. ടൗണിൽ ഒരു ഹോട്ടലിൻ്റെ പെയിൻറ്റിംഗ് വർക്കും പോളിഷ് വർക്കുമായിരുന്നു അബ്ദു ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ തന്നെ അബ്ദു ഷാഫിയെ കൂട്ടാനായി വീട്ടിലേക്ക് വന്നു. അവൻ എഴുന്നേറ്റ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അബ്ദു, താ നിൽക്ക്, ഞാൻ ഷാഹിയോടൊന്ന് പറയട്ടെ. അവൻ ആദ്യമായി ജോലിക്ക് പോകുന്ന കാര്യം പറയാൻ വേണ്ടി അവൻ ഷഹനായിയുടെ അടുത്തേക്ക് ചെന്നു. ഷാഹി, ഞാൻ അബ്ദുവിൻ്റെ കൂടെ പെയിൻറ്റിങ്ങിന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇന്നിനി ഞാൻ വൈകിട്ടേ തിരിച്ചു വരൂ, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ റൂമിലെ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഷാഫിയുടെ വാക്കുകൾ കേട്ട അവൾ ഒന്ന് വല്ലാതായി. ഷാഫിക്ക പെയിൻറ്റിങ്ങിന് പോവേ? ഹാജിയാരും മക്കളും അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവും? അവൾ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. പക്ഷേ മറുപടിയായി അവനോട് അവൾ ഒന്നും പറഞ്ഞില്ല. അവൻ കുറച്ച് സമയം കൂടി അവളെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു.
പിന്നീട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. വാ അബ്ദു, നമുക്ക് പോവാം. ഷാഫി അബ്ദുവിനൊപ്പം നടന്നു. മുൻവശത്ത് വാതിൽക്കലേക്ക് വന്ന ഷഹനായി അവർ രണ്ടുപേരും പോകുന്നത് കുറേ സമയം നോക്കി നിന്നു. അങ്ങനെ അന്നത്തെ ദിവസം ആദ്യമായി ഷാഫി പെയിൻറ്റിംഗ് പണിയിൽ കയറി. അവർക്കൊപ്പം ജോലി ചെയ്യാൻ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അറിയാത്ത കാര്യങ്ങളെല്ലാം ഷാഫിയുടെ കൂടെ നടന്ന് അബ്ദു പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കോളേജും പുസ്തകങ്ങളും പഠനവുമായി കഴിഞ്ഞിരുന്ന ഷാഫിക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. അന്ന് വൈകുന്നേരം അവരുടെ വർക്കിൻ്റെ കോൺട്രാക്ടറായ ദേവേട്ടൻ പണിക്കാർക്കുള്ള കൂലി നൽകാൻ വേണ്ടി വർക്ക് സൈറ്റിലേക്ക് വന്നു. ഒരുപാട് വട്ടം അബ്ദുവിനൊപ്പം ദേവേട്ടൻ ഷാഫിയെ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു ചെറുചിരിയോടെ ഷാഫിക്കരികിലേക്ക് വന്നു. ഷാഫി, നമ്മൾ കണക്ക് കൂട്ടിയതെല്ലാം ശരിയായിരുന്നു. അവരെന്തായാലും നിന്റെ ഓരോ നീക്കവും നോക്കിയിരിക്കുകയാണ്. ഇവിടെ നീ പണിക്ക് കയറിയ കാര്യം ഓരിന്ന് മാളിയേക്കൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. സുൽഫി ഉച്ചക്ക് മുമ്പ് തന്നെ എന്നെ കാണാൻ വന്നു. സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ നല്ല മര്യാദയായിരുന്നു. പക്ഷേ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് ഓൻ്റെ വാക്ക് ഭീഷണിയായി മാറി. ഷാഫി സങ്കടത്തോടെ ദേവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും പറഞ്ഞ പോലെ ദേവേട്ടനും തന്നെ കൈയൊഴിയുമോ എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. ഒരുപക്ഷെ നാളെ നീ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞാലോ? ദേവേട്ടൻ അവൻ്റെ ചിന്തകൾ മനസ്സിലായെന്ന് തോന്നുന്നു. അയാൾ അല്പം ഉറക്കെ ഒന്ന് ചിരിച്ചു. നീ പേടിക്കണ്ടടാ ഷാഫി. ഓരുടെ ഭീഷണിയൊന്നും കേട്ട് ഞാൻ പേടിക്കൂല. സുൽഫിനോട് ഞാൻ അപ്പം തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പൈസയുടെ പത്രാസൊന്നും എന്നോട് കാട്ടണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഓന് സഹിക്കണില്ല. ഓൻ എൻ്റെ അടുത്തുനിന്ന് കലിതുള്ളിയാ പോയത്. എന്തായാലും നല്ലൊരു ജോലി തരാവും വരെ നീ ജോലിക്ക് ഇവിടെ തന്നെ വാ. അയാളുടെ വാക്കുകൾ കേട്ട ഷാഫിക്ക് സമാധാനമായി. അവൻ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ആദ്യത്തെ പണിക്കൂലി തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഷാഫി അഭിമാനത്തോടെ തൻ്റെ കയ്യിലേക്ക് നോക്കി. ആദ്യമായി താൻ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസയാണ്. അവന് ഒരേ സമയം തന്നെ സങ്കടവും സന്തോഷവും തോന്നി. സമയം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. ഷാഫി വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഷഹനായി മുറ്റത്തിറങ്ങി ചുറ്റിനും നോക്കി. രാവിലെ പോകുമ്പോഴവൻ വൈകിട്ട് വരാമെന്നും പറഞ്ഞാണ് പോയിരിക്കുന്നത്. തൻ്റെ മനസ്സപ്പോൾ എവിടെയോ ആയിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചതുപോലും ഇല്ല. അവൾക്കെന്തോ പേടിയും സങ്കടവും തോന്നി. ഇത്ര സമയമായിട്ടും എവിടെ പോയി? അവൾ ഇരുട്ടിത്തുടങ്ങിയ മുറ്റത്തേക്കിറങ്ങി റോഡിലേക്ക് നടന്നു. ദൂരെ വരെ ആളനക്കമൊന്നും കാണാനില്ല. ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി തോന്നിയപ്പോൾ ഷഹനായി വീണ്ടും അകത്തേക്ക് തന്നെ കയറിപ്പോയി. എന്നാൽ അകത്തെത്തിയിട്ടും അവൾക്കെന്തോ മനസ്സിനൊരു സമാധാനവും കിട്ടിയില്ല. അവൾ കോലായിലേക്ക് ഇറങ്ങി വന്ന് സ്റ്റെപ്പിലിരുന്നു. ദൂരെ റോഡിലേക്ക് നോക്കി അവൾ ഏറെ നേരം ആ ഇരുത്തം തുടർന്നു. ഷാഫിയെ കാത്തിരിക്കുന്ന ഷഹനായി. ഇതൊരു നല്ല നാളെയുടെ തുടക്കമാണോ? കാത്തിരുന്ന് കാണാം ഷഹനായി. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.